കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം. കൊടിയ പീഡനങ്ങൾക്ക് ഇരയായിട്ടാണ് സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത്. തുടർന്നുള്ള അന്വേഷണമായിരുന്നു അങ്ങേയറ്റം പരിഹാസ്യമായത്. മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് സമ്മർദ്ദം ചെലുത്തിയത് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർ നടപടികളൊക്കെ തന്നെ എത്രത്തോളം വൈകിപ്പിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു കുടുംബത്തിന്റെ അന്വേഷണത്തോട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യത്തോട് CBI അന്വേഷണം എന്നുള്ള വാക്ക് പാലിക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ളതാണ് ഏറെ സംശയം ജനിപ്പിക്കുന്നത്. 17 ദിവസത്തോളം ഇത് വച്ച് താമസിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി. വീണ്ടും കുടുംബം ആരോപിക്കുകയും മാധ്യമ ശ്രദ്ധ വരികയും ചെയ്തപ്പോൾ മാത്രമാണ് അതിന് ഉതകുന്ന നടപടികൾ പിന്നീട് സ്വീകരിച്ചത്. എന്നിട്ടും ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ ഒരു നടപടിയുമില്ല. 3 ഉദ്യോഗസ്ഥരെ, അത് ഈ പെർഫോമ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിയമിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് തടി തപ്പുന്ന ഒരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയത്. ഇവിടെ SFI നേതാക്കളടക്കം SFI പ്രതികളെ സംരക്ഷിക്കുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയപ്രകാശ് ആരോപിക്കുന്നത്. കാരണം ആർഷോയുടെ സാന്നിധ്യം ധാരാളം ദിവസങ്ങളിൽ ആ കോളേജിൽ ഉണ്ടായിരുന്നു. ഈ ഇടിമുറിയിലടക്കം ആർഷോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞത് എന്ന് തന്നെയാണ് ജയപ്രകാശ് പറയുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ആഭ്യന്തര വകുപ്പും രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബോധപൂർവമായ ഒരു നീക്കമാണോ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ കണ്ടത്? രോഹിണി, ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിൽ SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനമായ രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തരം ടെററിസ്റ്റ് സംഘടന, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ കേരളത്തിൽ ഇത്രയും ക്രിമിനലായിട്ടുള്ള, ഇത്രയും പൊട്ട മനസ്സിനുടമയുള്ള, ഇത്രയും പൊതുസമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ പരസ്പരം തല്ലിച്ച് അതിനകത്ത് കൊലപാതകത്തിൻ്റെയും രക്തമണത്തിൻ്റെയും ഒക്കെ ഇതിനു വേണ്ടി കാക്ഷിക്കുന്ന ഒരു നരാധമനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതിൽ ഒരു സംശയവുമില്ല. സംസ്ഥാന സെക്രട്ടറി എന്ന് പറയപ്പെടുന്നവൻ. ആ വ്യക്തി SFIയുടെ നേതൃത്വത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഒരു തൊഴിൽ ജീവിതമുണ്ടോ? അവർക്ക് യഥാവിധി പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ഈ പയ്യൻ ചെയ്ത തെറ്റ്? നമ്മൾ അവിടേക്ക് ചോദിക്കേണ്ടത്. ആ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ, നമ്മൾ അമ്മയും അച്ഛനും നല്ല രീതിയിലൊരു മകനെ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടി അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് നഗ്നനായി ഈ വൃത്തിഹീനന്മാരായിട്ടുള്ള സംഘടനയുടെ അടുത്ത് പോയിട്ട് ഒപ്പിടണമെന്ന്. എവിടെയാണ്? ഒരു നാരായണൻ എന്ന് പറയപ്പെടുന്ന ഒന്നിനും കൊള്ളാത്തവൻ അവിടെ ഒരുത്തൻ ഡീനായിട്ടിരുന്നിരുന്നു. എവിടെയായിരുന്നു ഇവരൊക്കെ? അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിൽ, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ എത്രമാത്രം മാനസിക സംഘർഷത്തിലാണ്. സ്വന്തം മക്കൾ ഈ SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീന രാഷ്ട്രീയ സംഘടന അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വൃദ്ധസദനമായി കൊണ്ടിരിക്കുന്ന കുട്ടികളെ മുഴുവൻ വിദേശത്തേക്ക് വിടുകയാണ്. ഇവിടെ പഠിക്കാൻ കൊള്ളുന്ന സംവിധാനമല്ല. പിന്നെ മണി സംരക്ഷണം കൊടുക്കുമല്ലോ. കാരണം മണി ആരാണ്? മണി ഈ പണിയൊക്കെ വൃത്തിയായിട്ട് നടത്തി ഇടുക്കിയിൽ അത് വിളിച്ചു പറഞ്ഞവനാണ് ഈ MM മണി എന്ന് പറയപ്പെടുന്നവൻ. അപ്പോൾ ഈ പണി ചെയ്ത് വരുന്നവനെ മാലയിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ ഒരു വ്യക്തി കൂടിയാണ് ഈ MM മണി. MM മണിയുടെ സംസ്കാരവും MM മണിയുടെ ശൈലിയും MM മണിയുടെ പ്രവർത്തനവും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ജനം TV-യുടെ ആങ്കർക്ക്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ എവിടെയായിരുന്നു? പോലീസ് ഇത്ര ദിവസങ്ങൾ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചിട്ട്, വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിട്ട്, വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഈ പോലീസ് എടുത്ത നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പോലീസുകാരുടെ മക്കളില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പിണറായി വിജയന് മക്കളില്ലേ എന്ന് ചോദിക്കാം. പിണറായി വിജയൻ്റെ മക്കളെയൊക്കെ പിണറായി വിജയൻ കൃത്യമായി സംരക്ഷിക്കുന്നുണ്ട്. അത് എന്ത് കള്ളത്തരം ചെയ്തിട്ടാണെങ്കിലും അവരെ സംരക്ഷിക്കും അയാൾ. പക്ഷേ ഇവിടെ ഒരു അച്ഛൻ്റെ കരച്ചിൽ എന്തിനാണ്? ആ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ആ മകൻ. ആ മകനെ എന്തിനായിരുന്നു? ആ മകൻ വല്ല തെറ്റ് ചെയ്തിട്ടായിരുന്നോ? അല്ലാലോ. പഠിക്കാൻ വിട്ട മകൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ മിടുക്കനായിക്കൊണ്ട് അവനിലേക്ക് കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നു എന്നുള്ള കുശുമ്പൻ്റെ അടിസ്ഥാനത്തിൽ, സ്വന്തം രാഷ്ട്രീയ തമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ കൊല്ലുന്നു.